ഗുരുദക്ഷിണയ്ക്കു വേണ്ടി കാലന്റെ അടുത്തുവരെ ചെന്ന കൃഷ്ണന്റെ കഥ അറിയാം. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് ധനുർവേദവും 64 കലകളും അഭ്യസിച്ച ശേഷം ഗുരുദക്ഷിണ നൽകാനായി ശ്രീകൃഷ്ണനും ബലരാമനും മഹർഷിയുടെ മുന്നിൽ ചെന്നു. പണ്ട് പ്രഭാസത തീർത്ഥത്തിൽ കുളിക്കാൻ പോയ തന്റെ പുത്രൻ മുങ്ങിമരിച്ചു എന്നും അവനെ തിരിച്ചു വേണമെന്നും ഗുരു വിഷമത്തോടെ പറഞ്ഞു. കുട്ടിയെ തിരികെ കൊണ്ടുവരുമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് രണ്ടുപേരും യാത്രയായി. സമുദ്രദേവനായ വരുണനോട് ഈ വിവരം ചോദിക്കുന്ന ശ്രീകൃഷ്ണൻ സമുദ്രത്തിനുള്ളിൽ ശംഖിന്റെ രൂപത്തിൽ താമസിക്കുന്ന പഞ്ചജനൻ എന്ന അസുരനാണ് കുട്ടിയെ തട്ടിയെടുത്തത് മനസ്സിലാകും. പഞ്ചജനനെ വധിക്കുന്ന ശ്രീകൃഷ്ണൻ പക്ഷേ ശംഖിനുള്ളിൽ നിന്നും ബാലനെ കണ്ടെത്താൻ ആവുന്നില്ല. ശ്രീകൃഷ്ണൻ ആ ശംഖ് കയ്യിൽ കരുതി വിവിധ ഇടങ്ങളിലെ തിരച്ചിലിനു ശേഷം കൃഷ്ണൻ ശംഖം ഊതിക്കൊണ്ട് കാലപുരിയിൽ എത്തി. ശംഖനാദം കേട്ട് പുറത്തേക്ക് വന്ന യമൻ ശ്രീകൃഷ്ണനെ തിരിച്ചറിയുകയും ബാലനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഗുരുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങി മധുരയിലേക്ക് തിരിച്ചുപോയ ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ശംഖ് പിൽക്കാലത്ത് പാഞ്ചജന്യം എന്ന പേരിൽ പ്രസിദ്ധമായി.